ഹോക്കി ആവേശമാക്കിയ ഒരു നാടുണ്ട് പത്തനംതിട്ടയിൽ. ഹോക്കിക്ക് വേണ്ടി മാത്രം ക്ലബ്ബ് രൂപീകരിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകുകയാണ് തടിയൂർ NSS ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ മാത്രമല്ല, പുറത്തു നിന്നുള്ളവർക്കും ഇവിടെ പരിശീലനമുണ്ട്. നിരവധി മത്സരങ്ങളിൽ ഇതിനോടകം മിന്നും പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇവിടുത്തെ ഹോക്കി താരങ്ങൾ. ഹോക്കി ജീവശ്വാസമാക്കി മാറ്റിയ വിദ്യാലയമാണ് തടിയൂർ NSS ഹയർ സെക്കൻഡറി സ്കൂൾ. 2013 ഹോക്കി ക്ലബ്ബും രൂപീകരിച്ചു. എല്ലാ ദിവസവും കുട്ടികൾക്ക് പരിശീലനമുണ്ട്. സ്കൂളിലെ വിദ്യാർത്ഥികളും പുറത്തു നിന്നുള്ളവരുമായി 60ഓളം കുട്ടികൾ പരിശീലനം നടത്തുന്നു. മുൻ ഹോക്കി താരവും സ്കൂൾ കായികാധ്യാപകനുമായ ബിനു ജി നായരാണ് മുഖ്യ പരിശീലകൻ. 2013 മുതൽ ഈ സ്കൂളിൽ ഇത് ആരംഭിച്ചതാണ്. അപ്പോൾ അന്നത്തെ ആദ്യ ബാച്ചിലുള്ളതാണ് അഖില്. പിന്നെ കുട്ടികളെ സംസ്ഥാന മത്സരങ്ങളിലെല്ലാം ഏകദേശം ഒരു 40 കുട്ടികളോളം സംസ്ഥാന മത്സരങ്ങളിൽ ഈ സ്കൂളിൽ നിന്ന് ഈ വർഷം പങ്കെടുത്തിട്ടുണ്ട്. സംസ്ഥാന മത്സരം എന്ന് പറയുമ്പം JN ഹോക്കി, സംസ്ഥാന കേരള സ്കൂൾസിൻ്റെ മത്സരം, അതുപോലെ അസോസിയേഷൻ മത്സരം, ഇതിന് 3-ലൂടെയാണ് 40 പ്ലെയേഴ്സോളം, ഗേൾസ് ആൻഡ് ബോയ്സ് ഉൾപ്പെടെ 40 പ്ലെയേഴ്സ് പങ്കെടുത്തിട്ടുണ്ട്. സംസ്ഥാന മത്സരങ്ങളിൽ പത്തനംതിട്ട ജില്ലാ ടീമിൽ നമ്മുടെ തടിയൂരിൻ്റെ 3 കുട്ടികൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. സംസ്ഥാന ഹോക്കി താരം അഖിൽ വിനോദും പരിശീലകനായുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഗെയിമിനേക്കാളും കുട്ടികൾക്ക് നമ്മുടെ താല്പര്യം ഹോക്കിയോടാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ, പല പല ഗെയിമുകൾ ഉണ്ടായെങ്കിൽ പോലും ഹോക്കി പരിശീലനം എന്ന് പറയുമ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും മുന്നിട്ടിറങ്ങും. ഈ തവണ സ്കൂൾ ഗെയിംസ് 66ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ നമ്മുടെ ഹോക്കി ടീമിൽ നിന്ന് 3 പേര് പത്തനംതിട്ട ടീമിൽ ഉൾപ്പെട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടീമിന് പത്തനംതിട്ടയ്ക്ക് വെള്ളി മെഡൽ കരസ്ഥമാക്കി. അത് നമ്മുടെ 3 പ്ലേയേഴ്സ് നമ്മുടെ ടീമിൽ നിന്നുണ്ടായിരുന്നു. ഈ വർഷം തന്നെ 40 പ്ലേയേഴ്സ് കൂടുതൽ നമുക്ക് അസോസിയേഷൻ മത്സരം, സ്കൂൾ മത്സരങ്ങളെല്ലാം എല്ലാവരും പറ്റും. സ്കൂളും എല്ലാം നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. വളരെ ചിട്ടയായ പരിശീലനം തന്നെയാണ് ഈ കായിക താരങ്ങൾ നമ്മളോട് ഒപ്പം നിൽക്കുന്നതും. അതുപോലെ നമ്മളെല്ലാം നല്ലൊരു സഹകരണത്തിലാണ്. നമുക്ക് തടിയൂരിന് അഭിമാനമാണ് ടീം. ഈ സ്കൂള് നാടിനെല്ലാം അഭിമാനമാണ്, ജില്ലയ്ക്ക് അഭിമാനമാണെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളെല്ലാം കൂടെ കുറച്ച് പേര് സഹകരിച്ച് ഇങ്ങനെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ കായിക മേഖലകൾ ഉണ്ടായിട്ടും സ്കൂൾ കേന്ദ്രീകരിച്ച് എന്തുകൊണ്ട് ഹോക്കി എന്ന ചോദ്യത്തിന് ഹെഡ് മാസ്റ്റർ VK സതീഷിന്റെ മറുപടി ഇങ്ങനെ. ഹോക്കി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഐക്കണാണ്, നാടിൻ്റെ തന്നെ ഒരു ഐക്കണാണ്. വളരെ സാറ് പറഞ്ഞ പോലെ 2013 മുതൽ സജീവമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള പ്രാക്ടീസ്, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ 3:30-ക്ക് ശേഷം 5-5:30 വരെയൊക്കെ അവരുടെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ അഖിലിനെ പോലെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ഈ സ്കൂളിൻ്റെ തന്നെ സംഭാവനയാണ് അഖിൽ. അപ്പോൾ അഖിലിനെ പോലുള്ള ആൾക്കാർ ഇവിടെ കൃത്യമായിട്ട് വരികയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർക്ക് പ്രാക്ടീസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നാളുകളിൽ എന്താ പറയുക, ഇന്ത്യ അറിയുന്ന അല്ലെ ലോകം അറിയുന്ന ഒരുപാട് ഹോക്കി പ്ലെയേഴ്സ് ഇവിടുന്ന് ഉണ്ടാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അത്രമാത്രം ഈ ഗ്രൗണ്ടിൽ ഒക്കെ കളിച്ച് പഠിക്കുക എന്ന് പറയുന്നത്, അവർ ഭാവിയിൽ അവരുടെ എല്ലാ ഹോക്കി എന്ന് പറയുന്ന പ്ലേ ഗ്രൗണ്ടിൻ്റെ എല്ലാ ഫെസിലിറ്റീസും കിട്ടിക്കഴിയുമ്പോൾ അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇവിടെ നിന്നും 23 താരങ്ങളാണ് സംസ്ഥാന തലത്തിൽ ജില്ലയ്ക്കായി കളത്തിൽ ഇറങ്ങിയത്. പത്തനംതിട്ട ജില്ലാ ഹോക്കി ചാമ്പ്യൻഷിപ്പിലും തുടർച്ചയായ ജേതാക്കൾ തടിയൂർ ഹോക്കി ടീം തന്നെ. നമ്മുടെ ഭാവി കായിക വാഗ്ദാനങ്ങൾ ഇവിടെ എനിക്കിടയിലുണ്ട്. അഭിമാനകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പറ്റുമെന്ന് ആത്മവിശ്വാസവും ഇവർക്കുണ്ട്. വിദ്യാലയത്തിന്റെ ഇത്രയും വലിയ പിന്തുണ ലഭിക്കുമ്പോൾ അത് സാധ്യമാവുക തന്നെ ചെയ്യും. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.